ഇരുളിൽ അലയും നരരെ തേടി തരയിൽ വന്നവനേ, കരകൾ പാപക്കരകൾ കഴുകും. നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19 അധ്യായം 17 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അവർ യേശുവിനെ കൈയേറ്റു. അവൻ താൻ തന്നെ ക്രൂശിനെ ചുമന്നുകൊണ്ട് എബ്രായ ഭാഷയിൽ ഗോൽഗൊഥ എന്നു പേരുള്ള തലയോടിയിടം എന്ന സ്ഥലത്തേക്ക് പോയി. യേശുക്രിസ്തുവിന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ യേശുവിനെ മഹാപുരോഹിതന്മാരുടെ മുമ്പിലും പിലാത്തോസിന് മുമ്പിലും ഹാജരാക്കി. തുടർന്ന് അവനെ ക്രൂശിക്കേണ്ടതിന് ഗോൽഗൊഥ എന്ന സ്ഥലത്തേക്ക് ക്രൂശുമായി നടത്തി. പഴയ നിയമത്തിൽ യഹൂദന്മാർക്ക് ദൈവം നൽകിയ പാപയാഗത്തിൻ്റെ വ്യവസ്ഥ അനുസരിച്ച് ഒരു ബലിയാടിനെ യാഗമാക്കുമ്പോൾ അതിൻ്റെ രക്തം ദൈവസന്നിധിയിൽ കൊണ്ടുപോയി പ്രായശ്ചിത്തത്തിന് വേണ്ടി തളിക്കപ്പെടുന്നു. എന്നാൽ ആടിൻ്റെ മാംസം പാളയത്തിന് വെളിയിൽ കത്തിച്ചു കളയുന്നു. കർത്താവായ യേശുക്രിസ്തുവും മാനവരാശിയെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ ലോകത്തിൽ മനുഷ്യനായി അവതരിച്ചു. യേശുവും തൻ്റെ ജനത്തിനു വേണ്ടി പാളയത്തിന് വെളിയിൽ വെച്ച് കഷ്ടം അനുഭവിച്ചു. കാൽവറിയിലെ ക്രൂശിൽ യാഗമാക്കപ്പെട്ടു. 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. മാനവരാശിയോടുള്ള അവൻ്റെ സ്നേഹം യുഗാനുയുഗമാണ്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ പാപക്ഷമ പ്രാപിച്ച് രക്ഷിക്കപ്പെടുവാൻ ദൈവം നിങ്ങളെയും സഹായിക്കട്ടെ.